സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട്. സാനിയോ മനോമി, മന്ത്രിമാരൊക്കെ എത്തിക്കഴിഞ്ഞോ? മന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയിലായിരിക്കും. പ്രത്യേകിച്ചും ഈ ദുരന്ത ബാധിത മേഖലകളിലേക്ക് നേരിട്ടെത്തുകയാണ്, അതായത് ക്യാമ്പുകളിലേക്കടക്കം നേരിട്ടെത്തുന്നു എന്ന് പ്രധാനമന്ത്രി അറിയിച്ച ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. സാനിയോ. സുജയ, മന്ത്രിമാരായ OR കേളുവും AK ശശീന്ദ്രനും എനിക്കൊപ്പമുണ്ട്. അവരുടെ പ്രതീക്ഷകൾ തന്നെയാണ് നമുക്കും അറിയേണ്ടത്. അതായത് പ്രധാനമന്ത്രി വരുമ്പോൾ ഇതൊരു ശ്രദ്ധയിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തൊക്കെയാണ് കേരളം എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ആൾനാശത്തിൻ്റെ കണക്കെടുത്താലും മറ്റ് നാശനഷ്ടങ്ങൾ കണക്കെടുത്താലും വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. ഇന്നും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ആ ശ്രമങ്ങൾ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടത് ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നതാണ്. അടുത്ത ദിവസം മുതൽ ആ ശ്രമത്തിന് വേഗത കൂട്ടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്താൽ മാത്രമേ ഇവരുടെ സ്ഥിരമായ പുനരധിവാസവും തൊഴിൽ സാധ്യതകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനാവുകയുള്ളൂ. ഇത് തന്നെയായിരിക്കും നമ്മൾ പ്രധാനമന്ത്രിയോടും പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് ഇനി കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള കലവറയില്ലാത്ത സാമ്പത്തിക സഹായമാണ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 2000-ത്തിലധികം കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വയനാടിനെ വീണ്ടെടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇതിനു പറ്റിയ മാതൃകാപരമായ ഒരു പുനരധിവാസ പദ്ധതിക്കാണ് കേരള ഗവൺമെൻറ് ശ്രമം നടത്തുന്നത്. പക്ഷേ നമുക്ക് മാത്രമായി ആ ദൗത്യം നിർവഹിക്കാനാവുകയില്ല. ഉദാരമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കിട്ടണമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഏതു തരം സഹായമാണ് വേണ്ടതെന്ന് സംബന്ധിച്ചൊരു തർക്കം നടക്കുന്നുണ്ട്. ലെവൽ 3 ആണോ ലെവൽ 4 ആണോ? ഞങ്ങളിപ്പോൾ അതൊന്നും പറയുന്നില്ല. ലെവൽ 1 ആയാലും ലെവൽ 2 ആയാലും ലെവൽ 3 ആയാലും ലെവൽ 4 ആയാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര തുകയാണോ വേണ്ടത് ആ തുകയിൽ നല്ലൊരു പങ്ക് കേന്ദ്ര ഗവൺമെൻറ് തരണം. കാരണം പ്രകൃതിക്കും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്. ആ ജീവിതത്തെ വില പറഞ്ഞുകൊണ്ട് അതിന് ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ ചെറുതാക്കി കാണുന്ന ഒരു കാര്യവും ഞങ്ങൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് വിവാദങ്ങളിൽ ഇടപെട്ടാതെ ഏത് നിയമപ്രകാരമാണ് കൊടുക്കേണ്ടത് പറയാം. ഏത് നിയമം എടുത്താലും അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചുകൂടാ? അപ്പോൾ അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തോട്, പ്രത്യേകിച്ചും വയനാടിനോട് നീതി പുലർത്തുന്ന വിധത്തിൽ, അവരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തണമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ വെച്ച് പുലർത്തുന്നത്. ആ പ്രതീക്ഷ വെച്ചാണ് പ്രധാനമന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കുക.